ദക്ഷചരിതം, ശിവപുരാണം, ബ്രഹ്മദേവന്റെ മാനസപുത്രനായ ദക്ഷ പ്രജാപതി ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. 3 ലോകങ്ങളിലെയും ദേവീദേവന്മാരെയും മാമുനിമാരെയും സകല മഹത്തുക്കളെയും ക്ഷണിച്ചെങ്കിലും സ്വന്തം പുത്രിയായ സതീദേവിയെയും പതിയായ മഹാദേവനെയും ഒഴിവാക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ സതീദേവി പിതാവിനാൽ അപമാനിതയായി ആ മഹായാഗാഗ്നിയിൽ ജീവത്യാഗം ചെയ്യുന്നു. ഇതറിയുന്ന മഹാദേവൻ കോപാകുലനായി തന്റെ കോപത്തിൽ നിന്നും ജനിക്കുന്ന ശിവാംശമായ വീരഭദ്രൻ കാളിശക്തിയാൽ ദക്ഷനെ വധിക്കുന്നു. വന്ദനം, വന്ദനം പിതാശ്രീ. ഇത് നോക്കൂ മാമുനിമാരെ, ക്ഷണിക്കാതെ ഒരാതിഥി വന്നിരിക്കും. നമ്മുടെ പുത്രി, നിന്റെ പതിയായ ആ ചുടല ഭസ്മധാരി എവിടെ? ഹരിത, ഹരിത പിതാശ്രീ, നമ്മെ അപമാനിച്ചോളൂ. നമ്മുടെ പതിയെ കടത്തിവിടും, അപമാനിക്കരുത്. അപമാനം, അപമാനം പോലും. ആ ജടാധാരിയായ പുലിത്തോൽ വസ്ത്രമാക്കുന്ന, നാഗത്തെ ആഭരണമാക്കുന്ന ചുടല ഭസ്മധാരിയായ ഒരു മരുമകൻ. അപമാനം, അപമാനം എനിക്കല്ലേ?